ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാം എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിൽ കൂട്ടാം എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് ഞങ്ങള് യൂട്യൂബിൽ ഫ്രഷേഴ്സ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വരുന്നത്. കാരണം ഞങ്ങൾക്ക് അത്ര വലിയ ഗ്രാഹ്യമില്ല, അറിയില്ല കാരണം എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടേണ്ടത്, എങ്ങനെയാണ് കൂടുന്നത്, എങ്ങനെയാണ് വാച്ച് ടൈം കിട്ടുന്നത്, ആളുകൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഉള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഈ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ മാറി ഞങ്ങൾ ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എങ്ങനെ കൂടും, എങ്ങനെ നല്ല രീതിയിൽ വീഡിയോ യൂട്യൂബിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള നിർദ്ദേശങ്ങളും വിവരങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഗ്രാഹ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെ വീഡിയോ ചെയ്യാം, എങ്ങനെ കറക്റ്റായിട്ട് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാവരും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും പ്രയോജനപ്പെടും. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാലാലോ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കണം. അപ്പൊ നിങ്ങൾ ഞങ്ങളെ സഹായിക്കല്ലേ വേണ്ടത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ വീഡിയോ നേരത്തേക്കായി മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടെ നിങ്ങളൊന്ന് പറയണേ. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഈ മൈക്കിന്റെ റേഞ്ച് അല്ലെങ്കിൽ ക്ലാരിറ്റി ഒക്കെ എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നടന്നുകൊണ്ടുള്ള ഈ പരിപാടിയാണ്. അതിനെ കുറിച്ച് മോൻ തന്നെ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ വിലയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അത്രയും ദൂരം നടന്നു വന്നത്. അപ്പൊ എങ്ങനെയാന്നൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഒന്ന് പറയാം. എങ്ങനെയുണ്ട് മൈക്കിന്റെ ക്വാളിറ്റി, എങ്ങനെയുണ്ട് മൈക്കിന്റെ ക്ലാരിറ്റി എന്നൊക്കെ നിങ്ങളൊന്ന് പറയണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള വീഡിയോയില് നമ്മൾ ഈ മൈക്ക് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി കാര്യങ്ങൾ പറഞ്ഞാലാണ് നമുക്കതൊരു പ്രചോദനമാവുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും നമുക്ക് നല്ല നല്ല വോയിസ് ഓവറുകൾ തരാനും പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് പറയുണ്ടെങ്കിലും കേൾക്കുന്നത് നിങ്ങളാലോ. അപ്പൊ നിങ്ങൾക്ക് അത് എന്തെങ്കിലും അരോചകമായിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയണേ, അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് അതിയായ നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പോലും എത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇപ്പൊ ഞങ്ങളൊരു 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇപ്പൊ ഒരു 152 ആയിട്ടുണ്ട്. ഞങ്ങള് മോണിറ്റൈസേഷന്റെ ഒരു ഹാഫ് സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അതിന്റെ ഒക്കെ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങള് വീഡിയോ ഇടുമ്പോ സബ്സ്ക്രൈബേഴ്സ് എത്ര ലെവൽ എത്തുന്നു എന്നൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. ചിലപ്പോൾ ഡൗൺ ഒക്കെ ആയി പോകുമ്പോ അതിന്റെ വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സബ്സ്ക്രൈബേഴ്സ് ലെവലിന്റെ ഒരു ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മള് ചാനൽ തുടങ്ങിയിട്ട് 24 ദിവസമായിട്ടുള്ളൂ. ഇന്ന് കൂടി 25 ദിവസമായിട്ടുള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇത്രയും 152 സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ വലിയൊരു അച്ചീവ്മെന്റ് ആണത്. അത് ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നുണ്ട്. ഇത്രയും കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര അതൊരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ഞങ്ങളിപ്പോ നിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാറ്റൂരാണ്. മലയാറ്റൂര് ആറാട്ട് കടവ് അമ്പലത്തിന്റെ അടുത്താണ്. അമ്പലത്തില് ചെണ്ടമേളം ആരംഭിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. ആ പരിപാടി സംബന്ധിച്ച് അവിടെ ചെണ്ട കൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അമ്പലം കാണിച്ച് ജസ്റ്റ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക.
അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ.